ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. ഏതാണ് കഥയെന്നറിയാവോ? കാക്കയും മാനും. ഒരു ഗ്രാമത്തിൽ ഒരു കാക്കയും മാനും വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നു. ശത്രുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനാണെങ്കിൽ തടിച്ചു കൊഴുത്തിങ്ങനെ ഇരുന്നു. ഒരു ദിവസം അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് ഒരു കുറുക്കൻ ഈ ഗ്രാമത്തിലെത്തി. അപ്പോഴാണ് കുറുക്കൻ ഈ മാനിനെ കാണുന്നത്. അതും തടിച്ചു കൊഴുത്തിരിക്കുന്ന മാനിനെ കണ്ടപ്പോൾ കുറുക്കൻ വിചാരിച്ചു, സാതുള്ള മാംസം എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കുറുക്കൻ സ്നേഹത്തോടെ മാനിന്റെ അടുത്ത് ചെന്നിട്ട് വിളിച്ചു, കൂട്ടുകാരാ, നിനക്ക് സുഖമല്ലേ? മാൻ തിരിഞ്ഞു നിന്ന് നോക്കിയപ്പം പരിചയമില്ലാത്ത ഒരാള്. മാൻ ചോദിച്ചു, നീ ആരാ? കുറുക്കൻ പറഞ്ഞു, ഞാനൊരു കുറുക്കനാ, അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് വന്നതാ. നിന്നെ കണ്ടപ്പോൾ എനിക്ക് സ്നേഹം തോന്നി, അതുകൊണ്ട് വന്നു. മാൻ ആദ്യം കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ശരി, സമ്മതിച്ചു. ഞാൻ നീയുമായി കൂട്ടുകാരനാകാൻ തയ്യാറാണ്. അങ്ങനെ മാൻ കുറുക്കനെയും കൂട്ടി തൻ്റെ വാസസ്ഥലത്തേക്കെത്തി. മാനും കുറുക്കനും കൂടെ വരുന്നത് മാനിന്റെ കൂട്ടുകാരനായ കാക്ക കണ്ടു. കാക്ക മാനിനോട് ചോദിച്ചു, ആരാണ് നിന്റെ കൂടെ? മാൻ പറഞ്ഞു, ഇതെന്റെ സ്നേഹിതനാണ്. ഉടനെ കാക്ക ചോദിച്ചു, കൂട്ടുകാരാ, ഇവനെ നമ്മൾ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് കണ്ടുമുട്ടിയവനുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത്. വീടും കൂടും ഒന്നും അറിയാത്ത ആരെയും വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയും ചെയ്യരുത്. കാക്കയുടെ വർത്തമാനം കേട്ടപ്പോൾ കുറുക്കന് ദേഷ്യം വന്നു. കാക്കയും കുറുക്കനും തമ്മി വഴക്കായി. അവസാനം മാൻ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് 3 പേർക്കും കൂടെ സ്നേഹത്തോടെ വർത്തമാനവും പറഞ്ഞിരിക്കാം. നിങ്ങൾ എന്തിനാ ഈ കിടന്നിങ്ങനെ വഴക്കിടുന്നേ? അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുറുക്കൻ മാനിനോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ധാരാളം ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു വയലുണ്ട്. ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. നിനക്ക് അവിടുന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. അങ്ങനെ കുറുക്കൻ മാനുമായി വയലിൽ പോവുകയും മാൻ ഇഷ്ടം പോലെ വയലിൽ കൃഷി ചെയ്തിരുന്ന നെൽച്ചെടികൾ കഴിക്കുകയും ചെയ്തു. ഇത് പല നാളായപ്പോൾ ആ പാടത്ത് കൃഷി ചെയ്തിരുന്ന കൃഷിക്കാരൻ വിളവ് കട്ടുകൊണ്ട് പോകുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവരെ പിടിക്കാൻ വേണ്ടി വല വിരിച്ചു. മാൻ എന്തു പറ്റി? വലയിൽപ്പെട്ടു. അവിടെ എത്തിച്ചേർന്ന കുറുക്കനോട് മാൻ തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു, എനിക്ക് വല മുറിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ ഞായറാഴ്ച വരെ ഇവിടെ കിടക്ക്. നാളെ രാവിലെ എന്ന് പറഞ്ഞ ഞായറാഴ്ച ഞാൻ നിന്നെ വലയിൽ നിന്ന് രക്ഷിക്കാം. എന്നിട്ട് പാടത്തൊരിടത്ത് ഒളിച്ചിരുന്നു. കാക്ക വൈകുന്നേരമായിട്ട് മാനിനെ കാണാതെ വരുന്നപ്പോൾ പതുക്കെ അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് വലയിൽ പെട്ടുകിടക്കുന്ന മാനിനെ കാക്ക കാണുന്നത്. എന്തു പറ്റിയെന്ന് കാക്ക അന്വേഷിച്ചപ്പോൾ മാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. കാക്കയ്ക്ക് കാര്യം മനസ്സിലായി. കാക്ക മാനിന് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. രാവിലെ കൃഷിക്കാരൻ വടിയുമായി വന്നപ്പോൾ മാൻ ചത്ത പോലെ കിടക്കുന്നത് കണ്ടു. കൃഷിക്കാരൻ ഉടനെ തന്നെ ചത്ത മാനെന്ന് വിചാരിച്ച് മാനിനെ വലയിൽ നിന്ന് വിടുവിച്ചു മാറ്റിയിട്ടു. എന്നിട്ട് വലയുമായിട്ട് പതുക്കെ നടന്നകന്നു. കാക്ക മാനിനോട് പറഞ്ഞതുപോലെ കാക്ക ശബ്ദമുണ്ടാക്കി. കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എണീറ്റോടുന്ന മാനിനെ. അയാൾ തൻ്റെ കയ്യിലിരുന്ന് വടിയെടുത്ത് ഒറ്റയടി. അതുകൊണ്ടത് ആരുടെ തലയില? വലയിൽ പാത്ത് നിന്ന കുറുക്കൻ്റെ തലയിൽ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി കൂട്ടുകാരെ? പെട്ടെന്ന് കാണുന്ന ആളുകളെ ഒന്നും അത്ര പെട്ടെന്ന് നമ്മുടെ കൂട്ടിൽ കൂട്ടരുത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?